പുത്രനോടൊപ്പം മാതാവ് ഗോൽഗോത്തായിലേക്ക്. പീലാത്തോസിന്റെ അരമന മുതൽ ഗോൽഗോത്ത മല വരെ കുരിശും വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്രയിൽ കണ്ണുനീരിൻ്റെയും രക്തത്തിൻ്റെയും വിലാപവീഥിയിലൂടെ വ്യാകുലയായ മാതാവ് തകർന്ന ഹൃദയത്തോടും തളർന്ന ശരീരത്തോടും കൂടെ പുത്രനെ അനുഗമിച്ചു. തുടർന്നുണ്ടായ എല്ലാ പീഡനങ്ങൾക്കും മാതാവ് ദൃക്സാക്ഷിയായിരുന്നു. കല്ലുകളും മുള്ളുകളും നിറഞ്ഞ മലമ്പാതയിലൂടെ തോളിൽ ഭാരമേറിയ കുരിശും പേറി മന്നം മന്നം നടന്നു പോകുന്ന പ്രിയപുത്രൻ, വിറയ്ക്കുന്ന കാലുകളും തളർന്ന ശരീരവും കുരിശുമായി മുഖം പൊത്തി നിലത്തു വീഴുമ്പോൾ പിന്നിൽ നിന്ന് പട്ടാളക്കാർ ചാട്ടവാറുകൾ കൊണ്ട് അടിക്കുന്നു. പെറ്റമ്മയായ താൻ ഒന്ന് നുള്ളി നോവിക്ക പോലും ചെയ്തിട്ടില്ലാത്ത ആ മൃദുലമേനി ദുഷ്ടന്മാരുടെ താഠനമേറ്റ് വിണ്ടുകീറി ചോര വാർന്നൊഴുകുന്നു. തലയിൽ വെച്ചിരിക്കുന്ന മുൾക്കിരീടത്തിന്മേൽ വടികൊണ്ട് ആഞ്ഞടിച്ചപ്പോൾ പൂക്കുറ്റിയിൽ നിന്ന് അഗ്നിസ്ഫുലിംഗങ്ങൾ തെറിക്കുന്നത് പോലെ ചൂട് നിണം മുകളിലേക്ക് ചീറ്റി. ശിരസിൽ നിന്നും ഒഴുകി വീണ രക്തക്കറകൾ പറ്റിപ്പിടിച്ച് വികൃതമായ മുഖം. യൂതന്മാർ പരിഹസിക്കുകയും ആചാര്യന്മാർ മുഖത്ത് തുപ്പുകയും ജനം ആർപ്പു വിളിക്കുകയും പടയാളികൾ ആക്രോശിക്കുകയും ചെയ്യുന്നു. സ്ത്രീകൾ നിയന്ത്രിക്കാനാവാത്ത ദുഃഖത്താൽ മാറത്തടിച്ചു നിലവിളിക്കുന്നു. യേശു മാത്രം ഒന്നും മിണ്ടുന്നില്ല. ഒന്ന് ഉറക്കെ കരയുവാൻ പോലും ശക്തിയില്ല. അമ്മയും മകനും അന്യോന്യം ദർശിച്ചു. മകന്റെ കണ്ണിൽ ചൂട് രക്തം, അമ്മയുടെ കണ്ണിൽ ചൂട് ബാഷ്പം. രക്തബാഷ്പ സമ്മിശ്രമായ നേർത്ത യവനികയിലൂടെ അവർ അന്യോന്യം വീക്ഷിച്ചു. ഇരുവരുടെയും ഹൃദയത്തിലൂടെ അസംഖ്യം അസ്ത്രങ്ങൾ തുളച്ചു കയറിയതുപോലെ. കരളലിയിക്കുന്ന കൂടിക്കാഴ്ചയായിരുന്നു അത്. അമ്മയ്ക്കും മകനും സംസാരിക്കാൻ കഴിയുന്നില്ല. വാക്കുകളേക്കാൾ വാചാലമായ നിമിഷങ്ങൾ. കഥനഭാരത്താൽ വിങ്ങിപ്പൊട്ടുന്ന രണ്ട് ഹൃദയങ്ങൾ. മകന്റെ വേദന അമ്മയുടെ ഹൃദയം തകർക്കുന്നു. അമ്മയുടെ ദുഃഖം മകന്റെ വേദന വർദ്ധിപ്പിക്കുന്നു. യേശുവിനെ കുരിശിൽ കിടത്തി കൈകളിലും കാലുകളിലും കാറ്റിലും ആണികൾ തറയ്ക്കുന്നു. ആണിപ്പഴുതുകളിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടുന്നു. തീച്ചൂളയിൽ എറിയപ്പെട്ട പാമ്പിനെ പോലെ ശരീരമാസകലം അതിവേദന കൊണ്ട് പുളയുന്നു. മനുഷ്യ മനസ്സിന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധം അതിക്രൂരമായ പീഡകൾ. അപ്പോഴും അവിടുത്തെ കണ്ണുകളിൽ കണ്ണുനീരില്ല. മുഖത്ത് ദുഃഖമോ നൈരാശ്യമോ ഇല്ല. ആരോടും പരാതിയോ പരിഭവമോ ഇല്ല. അമ്മയുടെ മനസ്സ് സഹതാപത്താൽ ആർദ്രമായി. താൻ പ്രസവിച്ച പൊന്നോമന പുത്രനല്ലേ ഈ മരണവേദന അനുഭവിക്കുന്നത്? ഈ അവസ്ഥയിൽ എന്തു പറഞ്ഞാണ് അവനെ ഒന്ന് ആശ്വസിപ്പിക്കുന്നത്? ആഗ്രഹമുണ്ട്, പക്ഷെ വാക്കുകൾ കിട്ടുന്നില്ല. മകനെ നോക്കി വിതുമ്പുന്ന ചുണ്ടുകളോടെ എന്തോ പറയാൻ ശ്രമിച്ചു. പക്ഷെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. ആ വിതുമ്പൽ മാത്രം അവശേഷിച്ചു. അമ്മയുടെ വികാരം മകന് മനസ്സിലായി. പുത്രൻ ദയനീയമായി മാതാവിനെ നോക്കി. അതിന് 1000 വാക്കുകളുടെ അർത്ഥമുണ്ടായിരുന്നു. അത് ഒരു പെറ്റമ്മയ്ക്ക് സഹിക്കാവുന്നതിലും അധികമായിരുന്നു. മറിയ മനസ്സിന്റെ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞുപോയി. എങ്ങനെ കരയാതിരിക്കും? അവളും ഒരു മനുഷ്യ സ്ത്രീയല്ലേ, അതിലുപരി പെറ്റമ്മയല്ലേ. സങ്കടം സഹിക്കുന്നതിനും ഒരു പരിധിയില്ലേ? ഉള്ളിൽ പുകഞ്ഞു നിറഞ്ഞ അഗ്നിപർവ്വതത്തിന്റെ ലാവ കണ്ണീരായി പുറത്തേക്ക് പ്രവഹിച്ചു. അല്ലെങ്കിൽ ഒരു അഗ്നിപർവ്വതം കണക്കെ അവൾ അടുത്ത നിമിഷം പൊട്ടിത്തെറിച്ചു പോകുമായിരുന്നു. അതിന്റെ ആഘാതത്തിൽ ഈ ലോകം ഒന്നടങ്കം തകർന്നടിയുമായിരുന്നു. ചങ്കുപൊടിഞ്ഞ് മാടപ്പിറാവ് കുറുകുന്നത് പോലെ ഗദ്ഗദത്തോടെ മറിയ വിലപിച്ചു. എൻ്റെ ഓമന മകനെ, ഈ ദുഷ്ടന്മാരുടെ കയ്യിൽ നീ എങ്ങനെ അകപ്പെട്ടു? എൻ്റെ കൺമണിയെ, നിനക്ക് ഇന്ന് എന്ത് സംഭവിച്ചു? യേശുവിൻ്റെ കുരിശിനരികെ മാതാവ് നിന്നിരുന്നു. ഏറ്റവും ചുരുങ്ങിയ ഒരു വാചകം കൊണ്ട് സുവിശേഷകനായ യോഹന്നാൻ ഹൃദയസ്പർശിയായ ഒരു മഹാകാവ്യമാണ് രചിച്ചിരിക്കുന്നത്.
ഒരു മകന്റെ അതിദാരുണമായ മരണം സ്വന്തം കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണുവാൻ വിധിക്കപ്പെട്ട അമ്മയുടെ മാനസികാവസ്ഥ വരച്ചു കാട്ടുവാൻ ഇതിനേക്കാൾ വലിയ വർണ്ണന ആവശ്യമില്ല. മാതൃപുത്ര ബന്ധത്തിന്റെ മഹത്വം മനസ്സിലാക്കുവാൻ തക്ക മനസാക്ഷിയുള്ള ഏതൊരു മനുഷ്യനും മോഹിച്ചെടുക്കാവുന്ന വികാര സമുദ്രത്തിന്റെ പൂർണ്ണ രൂപമാണ് വിശുദ്ധ യോഹന്നാന്റെ ആ വാക്കുകൾ. മരണവേദനയാൽ വിവശനായി കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന പുത്രനെ ആ അമ്മ ഒന്നുകൂടി നോക്കി. കണ്ണുകൾ അതോ ഭാഗത്തേക്ക് വലിഞ്ഞു, വായ് പൊത്തി തുറന്നും, ചിരി താണും, മുഖം വാടിയും, ശിരസ്സു കുനിഞ്ഞും, കൈകാലുകൾ വിറങ്ങലിച്ചും, വയറൊട്ടിയും, ശരീരമാകെ മുറിവുകളാൽ ശോണിതമായും കാണപ്പെട്ടു. മകന്റെ ശരീരത്തിലെ ഓരോ മുറിവും അമ്മയുടെ ഹൃദയത്തിലുണ്ടായ കരിയാൻ പറ്റാത്ത വ്രണങ്ങളായിരുന്നു. ശോകാത്മകമായ ഈ ദിവ്യ ബലിയിൽ പുത്രന്റെ ശരീരത്തോടൊപ്പം അമ്മയുടെ ആത്മാവ് ബലിവസ്തുവായി തീർന്നു. നാവ് വരണ്ട് ദാഹിക്കുന്ന ഓമനപുത്രന് കണ്ണുനീരല്ലാതെ ഒരു തുള്ളി വെള്ളം കൊടുക്കുന്നതിന് പോലും ശേഷിയില്ലാതെ നിസ്സഹായതയോടെ മരവിച്ചു നിൽക്കേണ്ടി വന്ന മാതാവിൻ്റെ സ്ഥിതി അത്യന്തം ദയനീയമായിരുന്നു. തൻ്റെ മാതാവും താൻ ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാനും കുരിശിന് സമീപം നിൽക്കുന്നത് കർത്താവ് കണ്ടു. യേശു മാതാവിനോട് ഇതാ നിന്റെ മകൻ എന്നും യോഹന്നാനോട് ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. യേശു അതിവേദനയോടെ ആസന്ന മരണനായി കുരിശിൽ കിടക്കുമ്പോഴും സ്വന്തം മാതാവിനെ ഉത്തരവാദിത്ത ബോധത്തോടെ സ്മരിക്കുകയും മാതാവിൻ്റെ ഭാവി കാര്യങ്ങൾക്ക് ആവശ്യമായ ക്രമീകരണം ചെയ്യുകയുമാണ് അവിടെ. യേശുവിൻ്റെ തിരുശരീരം കുരിശിൽ നിന്നിറക്കി ഖബറിൽ വയ്ക്കുമ്പോഴും വിശുദ്ധ മാതാവ് സമീപത്തുണ്ടായിരുന്നു. ഖബറടക്കത്തിന് ശേഷം എല്ലാ ദുഃഖവും ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് മറിയാം കൂടെയുള്ളവരോടൊപ്പം യോഹന്നാന്റെ ഭവനത്തിലേക്ക് യാത്രയായി. മലയിറങ്ങുമ്പോൾ വിശുദ്ധ മറിയാം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. മകനെ തറച്ച കുരിശിലേക്ക് ഒരിക്കൽ കൂടി ആ അമ്മയുടെ കണ്ണുകൾ പതിഞ്ഞു. തൻ്റെ പ്രിയപുത്രന്റെ രക്തം വീണുണ്ടായ നനവുണങ്ങാത്ത ആ കുരിശിനെ നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് അല്പസമയം സ്തബ്ധയായി നിന്നുപോയി. ശോകപൂർണമായ ആ രാത്രിയിൽ മറിയാം ഉറങ്ങിയില്ല. പ്രിയപുത്രനെ പറ്റിയുള്ള ചിന്തകൾ അവളെ വലയം ചെയ്തു. യേശുവിൻ്റെ ജഡധാരണം മുതൽ കുരിശുമരണം വരെയുള്ള ഓരോ സംഭവവും ചലച്ചിത്രത്തിൽ എന്ന പോലെ അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ആദിപിതാവായ ആദാം വരുത്തിവെച്ച പാപത്തിൻ്റെ മോചനത്തിന് തൻ്റെ പുത്രൻ്റെ രക്തം ആവശ്യമായി വന്നു എന്നോർത്ത് മറിയം സമാധാനിക്കാൻ ശ്രമിച്ചു. മരണമെന്നത് ജനനം എന്ന സമസ്യയുടെ പൂർത്തീകരണമാണ്. ജനിച്ചവർക്കെല്ലാം ഒരിക്കൽ മരണമുണ്ട്. പക്ഷേ പുത്രൻ്റെ മരണത്തിന് പെറ്റമ്മ ദൃക്സാക്ഷിയാകേണ്ടതായി വരുന്നതിനേക്കാൾ ഹൃദയഭേദകമായ ദുരവസ്ഥ ലോകത്തിൽ മറ്റെന്താണുള്ളത്? അമ്മയുടെ മരണശേഷമായിരുന്നു മകൻ്റെ പീഡാനുഭവവും മരണവും സംഭവിച്ചിരുന്നതെങ്കിൽ എത്ര ആശ്വാസകരമായിരുന്നു. തൻ്റെ കണ്ണിന് ഇതൊന്നും കാണാൻ ഇടയാകാതിരുന്നേനെ. വേദനിപ്പിക്കുന്ന ജീവിത സംഭവങ്ങളുടെ പേരിൽ നെടുവീർപ്പിട്ടും വിതുമ്പിക്കരഞ്ഞും മറിയാം ആ രാത്രിയുടെ യാമങ്ങൾ ദുഃഖത്തോടെ കഴിച്ചുകൂട്ടി.